ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടാം. അപ്പോൾ ഈ കാണുന്ന സസ്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ ഇല വലിപ്പമുണ്ട്, നല്ല കൂർത്തിട്ടുള്ള ടൈപ്പുള്ള ഇലയാണ്. ഇതിൻ്റെ പേരാണ് ആടലോടകം, അതായത് ആടത്തോട വസിക്ക എന്നൊക്കെയാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതിൻ്റെ കയ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര കയ്പാണ് ഇതിൻ്റെ ഇലയ്ക്ക്. ഇതിൻ്റെ ഇല ചാച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കയ്പാണ്. പക്ഷേ ഇത് പനിയൊക്കെ പമ്പ കടക്കും എന്നൊക്കെ ഒരു നാടൻ ഭാഷയിൽ പറയും. അത്തരത്തിൽ പമ്പ കടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ആടലോടകം. ഇത് വലിയ ആടലോടകമുണ്ട്, കൊച്ചു ആടലോടകമുണ്ട്. അതായത് വലിയ ഇല ഉണ്ടാവുന്നതുകൊണ്ട് ഒരുതരം ചെറിയ ഇല ഉണ്ടാവുന്ന ആടലോടകമുണ്ട്. രണ്ടിനും ഔഷധ മൂല്യം കുറവൊന്നുമില്ല. അത് രണ്ടും വ്യത്യസ്തമായിട്ടൊന്നുമല്ല, ആടലോടകം തന്നെയാണ്. ഇതിനെ പണ്ടുള്ളവർ രണ്ട് രീതിയിലാണ് ഇതിന് പനി വരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, കഷായം വെക്കും. പിന്നെ രണ്ടാമത് ഇത് പൊടി രൂപത്തിലാക്കിയിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഔഷധ രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ പല ഔഷധ കൂട്ടുകളിലൂടെ ചേർത്തിട്ട് ചെയ്യും. അല്ലാതെ ഇതിൻ്റെ ഇല മാത്രമായിട്ടും ഓരോ ഔഷധ കൂട്ടായിട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കും. അതായത് ഒന്ന്, ഇതിൻ്റെ ഇല അടത്തിയതിന് ശേഷം ഇത്തരത്തിലുള്ള ഇല അടത്തുക. കണ്ടോ, ഇത്തരത്തിലുള്ള ഇല അടത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഒരു മൺകലത്തിലേക്ക് ഇതിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം ഒരു 1 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് ഈ ഇല മൊത്തം അരിഞ്ഞിട്ടിട്ട് ചുക്കും അതേപോലെ കരിപ്പെട്ടിയും പിന്നെ അതേപോലെ കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് തുളസി ഇല ഇതെല്ലാം കൂടി ഇട്ട് ഇതങ്ങ് വെട്ടിത്തിളപ്പിക്കും എന്ന് വെച്ചാൽ മൺകലത്തിലെ ചൂട് അത് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഒരു 1/2 ലിറ്ററായിട്ട് അത് വറ്റിക്കും. പകുതിയായിട്ട് വറ്റിക്കും. ഇപ്പോഴത്തേക്ക് അറിയാം അതിൻ്റെ കയ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര കയ്പാണ്. പിന്നെ അത് വേറൊരു സസ്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. അത് പ്രധാനമായിട്ടും കുടുക്കമൂലി എന്നൊക്കെ പറയും, ഗരുഡക്കൊടി, കുടുക്കമൂലി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം ഈ ആടലോടകം മാത്രമാണെങ്കിൽ തന്നെ അതിൻ്റെ കയ്പ് സഹിക്കാൻ പറ്റത്തില്ല. ഈ കുടുക്കമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര കയ്പാണ്. അപ്പം ഈ ഒരു മിശ്രിതത്തിലേക്ക് ഈ കരിപ്പെട്ടി ഇടുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ആശ്വാസം കിട്ടും, കയ്പിനൊരു ആശ്വാസം കിട്ടും. ഇത് തണുപ്പിച്ചതിന് ശേഷം 2-3 തവണയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എത്ര ശരീര വേദനയോട് കൂടിയുള്ള പനിയാണെങ്കിൽ പോലും അത് മാറിക്കിട്ടും. പിന്നെ ഒരു കാര്യം, പനിയാണെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ആശുപത്രിയിൽ പോവാതിരിക്കില്ല, പോയി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം അവർ പറയുന്നത് ഉപയോഗിക്കുക. പിന്നെ അമിതമായിട്ടുള്ള ഇംഗ്ലീഷ് മരുന്നുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ചെറിയ പനി വരുമ്പോൾ തന്നെ ആളുകൾ പോയി വലിയ രീതിയിലുള്ള കൂടിയ ഡോസിലുള്ള മരുന്ന്, ആശുപത്രി പോയാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഒരു പനിക്കുള്ള ഒരു 10 ഗുളിക ഇങ്ങ് തരാൻ പറയും. അതാണിപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം. കാരണം ആശുപത്രി പോയി കഴിഞ്ഞാൽ കുറച്ച് ക്യൂ നിൽക്കണം, ഇതാകുമ്പോൾ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള സസ്യങ്ങളൊക്കെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കമ്പ് ഇതിനെ ഒടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചാലും ഇത് ആർത്ത് വളരും. ഇതിപ്പോൾ അതാണ്ട് ഇപ്പോൾ ഈ ഒരു കമ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഈ കൊമ്പയിലെല്ലാം വേര് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൊമ്പ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഓടിച്ചു, ഇതിനെ കൊണ്ടുവന്ന് ഇവിടം വെച്ച് മുറിച്ചിട്ട് ഏതെങ്കിലും ഇച്ചിരി മണ്ണിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറയെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക്, അതായത് ഏതെങ്കിലും ഒരു വലിയ ശല്യമില്ലാത്ത ഭാഗങ്ങളിൽ കൊണ്ടുവെക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് നിറയെ ഉണ്ടാവുകയും ചെയ്യും. ചെറിയ രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇല എടുക്കാവുന്ന പരുവത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ചിലർക്ക് അമിതമായിട്ടുള്ള ചുമ ഒരു വിഷയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചുമ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ ഇതേപോലെ പറിച്ചെടുത്തിട്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അല്ല ഇരുമ്പിൻ്റെ എന്തെങ്കിലും പാത്രത്തിലേക്ക് അടുപ്പയിൽ ഇതിനെ വെക്കുക. ഇതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ ഈ ഇലയാണെങ്കിൽ നന്നായിട്ട് അങ്ങ് ഉണങ്ങി കിട്ടും. അല്ലാതെ വെയിലത്ത് വെച്ച് ഉണക്കല്ല. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം ഇത് കുരുമുളകും അതേപോലെ പനം കൽക്കണ്ടം, സാധാ കൽക്കണ്ടമല്ല പനം കൽക്കണ്ടം കൂടെ ചേർത്തിട്ട് പൊടിക്കും.
പൊടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് തിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുമ പെട്ടെന്ന് തന്നെ മാറും. അതേപോലെ കഫവും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറും. അതാ കയ്പുണ്ട് ഇല്ലെന്നല്ല, എന്നാൽ ഈ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കയ്പ് ഇച്ചിരി കുറഞ്ഞു നിൽക്കും. പിന്നെ ഇത് കഷായം വെച്ച് കുടിക്കുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ്. ചുമ മാറാനും ഇത് നല്ലതാണ്. അപ്പോൾ ഈ 2 രീതിയോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരീരത്തിനുള്ള പനി യഥേഷ്ടം മാറിക്കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ആടലോടകമൊക്കെ ആടലോടകമൊക്കെ നിങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുക. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഔഷധ സസ്യമാണ്. വേറൊരു ഔഷധ സസ്യം ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ടൈപ്പിലുള്ള ഔഷധ സസ്യം നിങ്ങൾ നട്ടു വളർത്തണം. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.